ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നപ്പോൾ പുതുത്തമിഴകൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കാറിൻ്റെ വീലിന് നമ്മൾ വീൽ ക്യാപ്പ് ഇടാൻ പോവാണ്. വീൽ ക്യാപ്പ് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ആ റിമ്മും കൂടി ഒന്ന് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം ആ വീൽ ക്യാപ്പ് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ജസ്റ്റ് അത് കാണിച്ചു തരാം. അതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്കിടാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഡിസൈൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ വെറുതെ വയ്ക്കുമ്പോൾ അധികം ഭംഗിയില്ല. അപ്പോൾ ഞാൻ വെച്ച് ജസ്റ്റ് റിമ്മ് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഫിറ്റ് ചെയ്യാന്ന്. അപ്പോൾ ആദ്യം നമുക്ക് റിമ്മൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനൊരു സ്പ്രേ പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്പ്രേ പെയിൻറ്റ്. ഒരു ബ്ലാക്ക് കളറാണ് വാങ്ങിച്ചേക്കുന്നത്, ഗ്ലോസി ബ്ലാക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് അടിക്കാത്തമേലും അടിച്ചമേലും തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ അടിക്കാത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് അടിച്ചമ ഒന്ന് വെക്കാൻ പറ്റില്ല, പെയിൻറ്റ് ഉണങ്ങിയിട്ടില്ല. എന്നാലും ഏകദേശം കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ലുക്കായിരിക്കും. അപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുമ്പോഴാണ് കുറച്ചും കൂടിയും അടിപൊളി ലുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇനി 4 വീലും കൂടി നമുക്ക് പെയിൻറ്റ് അടിക്കണം. അതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കാറിൻ്റെ പെയിൻറ്റിങ് പരിപാടികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ടയറിൻ്റെ റിമ്മിൻ്റെ പെയിൻറ്റിങ് പരിപാടികൾ മൊത്തം കഴിഞ്ഞു. ഫുള്ള് 4 വീലും നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ നാളെയാണ് വീൽ ക്യാപ്പ് വയ്ക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇന്ന് ഉണങ്ങാൻ വെച്ചേക്കാണിത്. അപ്പോൾ അങ്ങനെ ഡേ 2 ആയിട്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് ഞാൻ മറ്റേ ടയറിൻ്റെ റിമ്മ് പെയിൻറ്റ് അടിച്ചത്. അപ്പോൾ ഇന്നത്തെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്, ഇന്നായപ്പോഴേക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീൽ ക്യാപ്പ് അതിലെന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വീൽ ക്യാപ്പിൻ്റെ പെട്ടി വരുന്നത്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഏകദേശം 800-700 ആ റേഞ്ചിലാണ്, അണ്ടർ 1000 ആണ്. വേണ്ടി നോക്കാം, ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 4 എണ്ണം, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലിടാനുള്ള കമ്പികളുമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതാണ് കമ്പികൾ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബാക്കിൽ ഇങ്ങനെ ഇടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ വീൽ ക്യാപ്പുകൾ സംഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ട് 4 എണ്ണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ കമ്പി ഈ ഒരു രീതിയിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്തു, 4 എണ്ണം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കാറിൻ്റെ അടുത്ത് പോയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലത്തെ കമ്പികൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വളവുള്ളൊരു ഭാഗമുണ്ട്. അത് നമ്മുടെ വാൾവിൻ്റെ അവിടെ, അതായത് നമ്മുടെ എയർ അടിക്കുന്ന ആ ഒരു ഭാഗത്ത് ഇതേപോലെ വളവുള്ള ഭാഗം കറക്റ്റായിട്ട് വരണം. അല്ലെങ്കിൽ അത് ഫിറ്റ് ആയിരിക്കില്ല, പിന്നെ എയർ അടിക്കാനും പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് നോക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ വേണ്ട ഏതടിക്കുന്ന ആ ഭാഗം ആ ഒരു ജസ്റ്റ് ഒരു വളവുള്ള ഒരു ഭാഗത്ത് വരണം കറക്റ്റ്. അപ്പോൾ അങ്ങനെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പൊട്ടാൻ പാടില്ല, പൊട്ടാണ്ട് നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ സംഭവം സെറ്റാവും. അപ്പോൾ ഇതാണ് നമ്മുടെ വീൽ ക്യാപ്പ് ഇട്ടിട്ടുള്ളൊരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലുക്കായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആ ഒരു റിമ്മും കൂടി ബ്ലാക്ക് അടിച്ചപ്പോഴാണ് കറക്റ്റ് ലുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു വീൽ ക്യാപ്പ് 1000 രൂപയ്ക്ക് താഴെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ജസ്റ്റ് ഇപ്പോൾ അത്യാവശ്യം ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാലും ഗട്ടതും സംഭവങ്ങളൊക്കെ ചാടുമ്പോൾ ലൂസ് ആവാണ്ടിരിക്കാൻ ഒരു കേബിൾ ടൈയും കൂടി ഒന്ന് ചെയ്യണം. അതും കൂടി സെറ്റ് ചെയ്താൽ അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ എത്രയാണുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.